കുട്ടികൾക്ക് എന്നും സ്വീറ്റ് കഴിക്കാനല്ലേ ഇഷ്ടം. പക്ഷേ മുതിർന്ന ആൾക്കാർക്ക് ഒരുവിധം ആൾക്കാർക്കൊന്നും സ്വീറ്റ് കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാകത്തില്ല അല്ലേ. അപ്പോൾ നമ്മളിന്ന് സ്വീറ്റല്ല, നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല എരിവുള്ള ഒരു റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കുന്നത്. കുട്ടികൾക്കാണേലും മുതിർന്ന ആൾക്കാർക്കാണേലും ആർക്ക് വേണേലും കഴിക്കാം. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഇനി ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് അങ്ങനെ വേണേലും കൊടുത്തു വിടാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആവരുത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാവേ, അപ്പോൾ ഇച്ചിരി ഹാർഡായിക്കോളുവേ. അതിനുശേഷം ഞാനിതുപോലെ കുട്ടികൾക്ക് കറിയൊക്കെ കൊണ്ടുവന്നൊരു ചെറിയൊരു പാത്രം എടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിനൊന്നാക്കി കൊടുക്കുവാണേ. ഇനി നിങ്ങൾ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ വേണേലും നമുക്ക് ചെയ്യാം, റൗണ്ട് ഷേപ്പൊന്നും ആണോന്നൊരു നിർബന്ധമില്ല. ഞാനൊരു കാണാൻ ഒത്തിരി ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പാക്കി കൊടുത്തേക്കുവാണ്. ഇനി നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും അടപ്പൊക്കെ ഇല്ലേ, എന്തെങ്കിലും ചെറിയൊരു അടപ്പോ ഇനിയിപ്പോൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ, എങ്ങനെ ചെയ്താലും ഒരു വിഷയമില്ല. ഞാൻ വെറുതെ ഇങ്ങനത്തെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവേ. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാളയുടെ പകുതി സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞതിന് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി എടുക്കണ്ട കേട്ടോ, ഈ സമയം നമുക്ക് സവാള തന്നെയാണ് നല്ലത്. ഉള്ളിനെക്കാട്ടും ഫ്ലേവർ നല്ലത് സവാളയുടെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എത്ര വേണേലും കൂട്ടാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മുട്ടയാണ് വേണ്ടത്. മുട്ടയും കൂടെ ഒന്ന് ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ്. പാലില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷേങ്കിൽ ഞാനിതിലേക്ക് പാൽ തന്നെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതൊന്ന് ഞാനൊന്ന് അരച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല തരിതരിയായിട്ട് ഫൈനായിട്ടൊന്നും അരയണ്ട. നമ്മുടെ സവാളയുടെയും കറിവേപ്പിൻ്റെ ഇലയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു തരിതിരിപ്പ് നമുക്കിതിലേക്ക് വേണം. അങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഇരുന്നാലും മതിയാവും. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നെയ്യോ ഇനി ബട്ടറോ എന്നാ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതിലേക്ക് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതെ ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതിയാവും പാൻ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ബ്രെഡ് ഒന്ന് മുക്കിയതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് ഫ്രൈ എടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണയിൽ മുക്കി പൊരിയേണ്ട, അല്ലാതെ തന്നെ നമുക്കിതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാവേ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും. അതിന് മാത്രം എരിവൊന്നുമില്ല. മുളക് ഇടുന്ന അനുസരിച്ചാണ് നമുക്ക് എരിവ് കൂടുകയും കുറേയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല, എരിവ് കൂടിയാലോ കുട്ടികൾ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അതിലേക്ക് ഇടുന്ന സവാളയുടെ കുറച്ച് പീസൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് മേലിലേക്കായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലേക്ക് തീയൊന്ന് മാറ്റണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആയിക്കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വെക്കാനൊന്നും മറക്കരുതേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ 2 സൈഡും ഒരുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതെടുത്ത് മാറ്റിയേക്കാം. ഒരുപാട് നേരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാവേ. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതോടൊപ്പം ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇതുപോലെ സോസൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ഇഷ്ടം തന്നെയാണ്. നല്ലൊരു ടേസ്റ്റാണ്, ചൂടോടുകൂടി കഴിക്കാൻ നല്ല രുചിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രെഡ് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുകയാണ് നമ്മൾ പാലിൽ കുതിർത്തി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇച്ചിരി കട്ടിയായിട്ടുള്ള ബ്രെഡ് എടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഫ്രൈ എല്ലാം ചെയ്ത് വന്നതിന് ശേഷം നല്ല സോഫ്റ്റ് ആവും. പാലിലൊക്കെ അല്ലേ മുക്കിയേക്കുന്ന, മുട്ടയിലൊക്കെ മുക്കിയെടുത്തേക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആവും. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള ഈവനിങ് സ്നാക്സോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ച് ബോക്സോ എങ്ങനെ വെള്ളമെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.